അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട PC ജോർജ് പറയുന്നത് പ്രകാരം ക്രിസ്ത്യാനികൾ ഇവിടെ ജീവിക്കുന്നത് BJP ഉള്ളതുകൊണ്ടാകട്ടോ. BJP ഇല്ലാത്തപ്പോ ക്രിസ്ത്യാനി ഇവിടെ ഇല്ലായിരുന്നു. എന്ത് ഊളത്തരമാണ് ഇയാൾ പറയുന്നത്. ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ട് മിനിമം 1700 വർഷം 1800 വർഷത്തിന് മുകളിലായി. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലൊന്നാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും. എന്തായാലും ജോർജ് എന്താണ് പറയുന്നത് നമുക്ക് ഉള്ളതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഈ രാജ്യത്ത് ജീവിക്കുന്നതെന്നും മറക്കേണ്ടെന്നും PC ജോർജ് പൂഞ്ഞാറിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എത്രമാര് വരുന്നിടത്തുള്ള വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. കോൺഗ്രസ് എങ്ങനെ പിന്നെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പം പിതാക്കന്മാരെല്ലാം കൂടെ കോൺഗ്രസിന് കൊടുത്ത് കൂടുതൽ കിട്ടിയോ വോട്ട്? അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കും പിതാക്കന്മാർ. രാഷ്ട്രീയം BJP പറഞ്ഞ ഒരുമാതിരി ഹാലിളകുന്നു. എനിക്ക് തലയ്ക്ക് ശീലമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. പുതിയ നിയമ ഭേദഗതി ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് PC ജോർജ്. ആശങ്ക ആർക്കും ആവശ്യമില്ല. കേരളത്തിൽ ഈ ക്രിസ്ത്യാനി തമ്മിൽ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി. ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്താണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് നടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും ഇത്തരം ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ മൂളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്. കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ കൊടുക്കണം. PC ജോർജിനെ തോൽപ്പിക്കാൻ ആരും പണിയെടുക്കേണ്ടതില്ല. അത് അദ്ദേഹത്തിന് നാക്ക് വൃത്തിയായി ചെയ്തുകൊള്ളൂ. എന്തായാലും നടക്കട്ടെ.